യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ ഞങ്ങളുടെ തിരുവചന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയും ദൈവവചനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒക്കെ ലഭിക്കേണ്ടതിനാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി യേശു കർത്താവ് ജയിച്ചവൻ എന്നൊരു ഹെഡ്ലൈനോടുകൂടി ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്കായി ഒരുക്കുകയാണ്. യേശു ജയിച്ചവൻ. യേശു എവിടേക്കാണ് ജയിച്ചത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു പാപത്തെ ജയിച്ചു. 2, യേശു സാത്താനെ ജയിച്ചു. യേശു മരണത്തെ ജയിച്ചു. യേശു പാപത്തെ ജയിച്ചു. എങ്ങനെയാണ് യേശു പാപത്തെ ജയിച്ചത്? എപ്പോഴാണ് പാപത്തെ ജയിച്ചത്? ആദം എപ്പോഴാണ് തോറ്റത്? എവിടെയാണ് പരാജയപ്പെട്ടത്? പിശാച് വന്ന് ആദമിനെ പരീക്ഷിച്ചപ്പോൾ, പിശാച് വന്ന് ആദമിനെ ഹൗവയെ വഞ്ചിച്ചപ്പോൾ പിശാചിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ആദം തോറ്റു. എന്നാൽ യേശു കർത്താവിൻ്റെ അടുക്കൽ പിശാച് വന്ന് കല്ലുകളെ അപ്പമാക്കി തിന്നുക, ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക, പല വിധത്തിൽ യേശുവിനെ പ്രലോഭിച്ചു. എന്നാൽ തിരുവചനം പറയുന്നു, യേശു കൽപ്പിച്ചു, എന്നെ വിട്ടു പോയെന്ന്. അങ്ങനെ യേശു ആദം തോറ്റ പാപത്തിന്റെ മുമ്പിൽ യേശു ജയിച്ചു. രണ്ടാമത്തെ വിജയം, സാത്താനെ യേശു ജയിച്ചു. എങ്ങനെയാണ് യേശു സാത്താനെ ജയിച്ചത്? തിരുവചനം പറയുന്നു, മരണാധികാരിയായ സാത്താനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച്. കണ്ടോ, മരണത്തിൻ്റെ അധികാരിയായി ഇരുന്ന സാത്താനെ യേശു തോൽപ്പിച്ചു. എങ്ങനെയാ തോൽപ്പിച്ചത്? തൻ്റെ പുനരുത്ഥാനത്താൽ. സകല മനുഷ്യരും പാപം ചെയ്ത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള സത്യത്തിൽ സകല മനുഷ്യരും പാപം നിമിത്തം മരണത്തിന് അധീനരായി ആയിരിക്കുന്ന സമയത്ത് മരണത്തെ യേശു പുനരുത്ഥാനത്താൽ ജയിച്ചു. ആദ്യ ഫലമായി ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ. അങ്ങനെ സാത്താന്റെ തന്ത്രങ്ങളെയും സാത്താന്റെ മരണായുധത്തെയും യേശു പുനരുത്ഥാനത്താൽ ജയിച്ചു. പാപത്തെ യേശു ജയിച്ചത് പിതാവിനെ അനുസരിച്ചുകൊണ്ട് പാപത്തെ യേശു ജയിച്ചു. സാത്താനെ യേശു ജയിച്ചത് തൻ്റെ മരണത്താലും തൻ്റെ പുനരുത്ഥാനത്താലും യേശു സാത്താനെ ജയിച്ചു. അപ്പൊ യേശു ജയിച്ചവനാണ് സാത്താനെയും പാപത്തെയും. അടുത്തത്, മരണത്തെ യേശു ജയിച്ചു. പാതാള ഗോപുരത്തെ യേശു തകർത്തു. മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ യേശു ജയിച്ചപ്പോൾ മരണത്തെയും യേശു ജയിച്ചു. മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവനോടെ വന്ന് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമ്മുടെ യേശു കർത്താവ് പാപത്തെയും സാത്താനെയും മരണത്തെയും ജയിച്ച ജയാളിയാണ്. യേശു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ നായകനാണ്. പ്രിയ ദൈവമക്കളെ,
അവനിൽ വിശ്വസിക്കുന്നത് നിമിത്തം നമുക്കും പാപത്തിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ ജയമുണ്ട്. കാരണം യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവനോടെ ഇരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിനക്ക് മരണത്തിൻ്റെ മേൽ ജയമുണ്ട്. വീണ്ടും തിരുവചനം പറഞ്ഞു, എന്നിലുള്ള വിശ്വാസം ലോകത്തിൻ്റെ മേലുള്ള ജയം. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ജയമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു നമുക്ക് അധികാരം നൽകി. അത് നിമിത്തം നാം സാത്താനെ ജയിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പാപത്തെ ജയിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പദവിക്കായി സ്തോത്രം. മരണത്തെ ജയിക്കുവാൻ സ്വന്തം പുത്രന്റെ പുനരുത്ഥാനം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിനായി സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങളെയും അവനെയും ജയിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അധികാരത്തിനായി നന്ദി. സകല മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെ മേലും ജയത്തിൻ്റെ ഘോഷം മുഴങ്ങട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ.